അതെ, എനിക്കിന്ന് കിട്ടിയത് ഈ കുഞ്ഞു മീനാണേ, മത്തിയാകട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് പീര പറ്റിക്കാമെന്ന്. ഒരുപാട് നാളായി ഇങ്ങനെ ചെറിയ മത്തി കിട്ടിയിട്ട്. അപ്പം അത് നമുക്കൊന്ന് പീര പറ്റിക്കാം. അതിനായിട്ട് തേങ്ങയും കാന്താരിയും കുഞ്ഞുള്ളിയും മഞ്ഞളും എല്ലാം ഇട്ട് നമുക്ക് ചതച്ചെടുക്കാമേ. കുഞ്ഞുമത്തിയുടെ ആരോഗ്യ ഗുണം നമ്മുടെ മറ്റേത് മീനിലുണ്ടല്ലേ. അതുകൊണ്ട് എവിടെ കണ്ടാലും എപ്പോൾ കണ്ടാലും മേടിക്കുന്ന ഒരു സംഗതിയാണ് ഈ മത്തി. നല്ല സ്മെല്ലുണ്ടെങ്കിലും ആ കഴിക്കുന്ന സമയത്ത് ആ സ്മെല്ലിൻ്റെയൊക്കെ മണം മാറ്റി വെച്ചിട്ട് കഴിക്കും എല്ലാവരും അല്ലേ. പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം ഏറെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണിത്. പണക്കാരൻ മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കും, പാവങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കും. അങ്ങനെയല്ലേ? എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പം നമുക്ക് തോരന് ആവശ്യമുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചധികം തേങ്ങ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറേ കുഞ്ഞുള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുഞ്ഞുള്ളി ഇടുന്നതിന് ചെറിയ ഉള്ളി ഇടുന്നതിന് കുറച്ച് ടേസ്റ്റ് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ അധികം കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാന്താരിയാണ്. കാന്താരി എരിവിനനുസരിച്ച് ഇട്ടാൽ മതിയാകും. ഞാൻ ഇത്രയും കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചതച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ ഉള്ളിയാണ് ചതയ്ക്കേണ്ടത്. കാരണം തേങ്ങയും കാന്താരിയൊന്നും അധികം ചതയണ്ട. അപ്പം ആദ്യം ഉള്ളി നമുക്ക് ചതച്ചെടുക്കാം. അപ്പം ഞാൻ ഉള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങ ചതച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മണവും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം നല്ല നാടൻ തോട്ടുപുളിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ, പച്ചമാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ കാര്യം ഇപ്പോൾ ഇല്ല. അത് കാരണം ഇത് തന്നെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. മീൻ മുറിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. മുറിച്ചിടാനായിട്ടുള്ള മീനൊന്നും അല്ല, ചെറിയ മീനായത് കാരണം. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് പറ്റി വരാനായിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇതിനൊക്കെ ഇങ്ങനെ ഇരിക്കണം, മതി. ഇത്ര വെള്ളം മതിയാകും. നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ അങ്ങനെ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനിരുന്നൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇരുന്നൊന്നും വെന്താൽ മതിയാകുമേ. അപ്പം നമുക്കത് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ് കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് അയലത്തല മസാല ഇട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതൊപ്പം എടുത്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി ആരെങ്കിലും ചെയ്യാറുണ്ടാവോ? നല്ല അടിപൊളി ടേസ്റ്റാണ്. നന്നായിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ അയലത്തല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോറെടുക്കാനായിട്ട് പോവുകയാണേ. കുറച്ച് ചോറ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് നമ്മൾ രസം വെച്ചിട്ടുണ്ടായിരുന്നു, രസമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. മീൻപീരയാണ് ഇട്ട് കൊടുക്കുന്നത്, മീൻപീര. അത് കഴിഞ്ഞാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം അയലത്തല ഫ്രൈ. അയലത്തല ഫ്രൈ ആണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി കേട്ടോ. ഇതപ്പം ഇന്നത്തെ സ്പെഷ്യൽ